ഹായ് ഗായ്സ്, ഡിസംബർ മാസം വന്നാൽ ഒരു ക്രാഫ്റ്റിൻ്റെ ചാകരയാണ്. എന്ത് ചെയ്യുന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടേ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഒരു ട്രീ ഉണ്ടാക്കണം, ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ജസ്റ്റ് നമ്മളിങ്ങനെ കടല പൊതിയില്ലേ, അതേ രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കുക. ട്രീൻ്റെ ഷേപ്പ് അങ്ങനെയാണല്ലോ, ഒരു കോണ്. അപ്പോൾ ആ രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതേ ടൈപ്പിൽ നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം. ഇതിലാണ് നമ്മൾ ഇന്ന് ട്രീ പണിയുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തൊന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാനിട്ട ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണേ. പിന്നെ കണ്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. കമൻറ്റുകളൊക്കെ കുറവാണ്, എന്താണ് ചെയ്യുക ഗായ്സ്? നിങ്ങൾ കമൻറ്റ് ഇട്ടാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ വീഡിയോ നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ കോൺ ഉണ്ടാക്കിയെടുത്തു. ജസ്റ്റ് ഇനി അതേ ഷേപ്പിൽ നമ്മളൊരു റൗണ്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഈ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. കത്രിക കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇത് നമ്മളിനി ഉണ്ടാക്കി വെച്ച കോണിലേക്ക് ഇറക്കി വെക്കണം. അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ടേപ്പാണ് യൂസ് ചെയ്യുന്നത് ഒട്ടിക്കാൻ. ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ കൊടുക്കുക, എല്ലാ സൈഡിലും ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ അതിൽ ഇറക്കി വെച്ചാൽ സംഭവം സെറ്റാവും. പിന്നെ നിങ്ങളിപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആ ഓൾ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യാൻ മറക്കരുത്, അപ്പോഴാണ് എല്ലാ വീഡിയോസും നിങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കോണിൽ ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റമ്പ് ഉണ്ടാക്കണം. അത് ജസ്റ്റ് ഒരു പീസ് എടുത്ത് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇങ്ങനെ ആ ഹോളിലേക്ക് ഇങ്ങനെ തിരികെ കൊടുക്കുക. അപ്പോൾ ട്രീൻ്റെ ഏകദേശം രൂപമായിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഗായ്സ്, ഇനിയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് ട്രീ ആക്കി മാറ്റണമല്ലോ. അതിന് ഗ്ലിറ്റർ ഷീറ്റാണ് എടുക്കുന്നത്. ഇതുപോലെ പച്ച ഗ്ലിറ്റർ ഷീറ്റ് എടുത്തു. ജസ്റ്റ് ഇതുപോലെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഈ ഗ്ലിറ്റർ ഷീറ്റ് ഞാൻ സാധാ ഷീറ്റ് വിചാരിച്ചു, പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് പശ ലാഭിക്കാൻ പറ്റി. കണ്ടില്ലേ, ജസ്റ്റ് ചീന്തി കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ കാർഡ്ബോർഡ് പീസ് എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ടിയുള്ളൊരു വൈറ്റ് പേപ്പർ ഇട്ട് എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. ഇത് ട്രീ ഉണ്ടാക്കുന്ന ഒരു വേറെ മോഡലാണ്. ഞാൻ മുൻപിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നിങ്ങൾ വേറെ ട്രീ കണ്ടിട്ടുണ്ടാവും, അത് വേറെ. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രീൻ്റെ ഏകദേശം രൂപമായി. ഇനി ജസ്റ്റ് പണിയുണ്ട്. ഇതിപ്പോൾ നിൽക്കുന്നില്ലല്ലോ ഗൈസ്, നിൽക്കാനൊക്കെ പണിയുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്കിതിൽ കുറച്ച് പണിയുണ്ട് ഗൈസ്. ആ പണി ഇപ്പോൾ കാണും. പിന്നെ വീണ്ടും ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്തു, റെഡ്. അതിൽ ജസ്റ്റ് ഒരു സ്റ്റാറൊക്കെയാണ് വെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ്, വീഡിയോ എടുക്കുമ്പോൾ കുറേ ഉറുമ്പുകൾ വരുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും, പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യുന്നില്ല. നമുക്ക് വീഡിയോ ആണല്ലോ പ്രധാനം. ജസ്റ്റ് ഒരു സ്റ്റാറൊക്കെ വെട്ടിയെടുത്തു. ഇതെന്ത് സ്റ്റാറാ, അത് ഷേപ്പാക്കണ്ട ഗൈസ്. കുഴപ്പമില്ല, സ്റ്റാർ നമുക്ക് വേറെ ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റാർ റെഡിയായി. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അലങ്കരിക്കണമല്ലോ. ട്രീ ഇങ്ങനെ ആയ ഭംഗിയില്ലല്ലോ. അപ്പോൾ കുറച്ച് വൈറ്റ് ബീഡ്സ് എടുത്തു. ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു മിനി ട്രീ ആണ് ഗായ്സ്. ഇതിൻ്റെ വലിയ അളവിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ഒന്നുകൂടി വലിയ ട്രീ കിട്ടും.
അപ്പോൾ നമ്മുടെ ട്രീൻ്റെ ഏകദേശം രൂപം സെറ്റായി. ഇനിയും കുറച്ച് പണി. ഇതുപോലെ ഒരു പേപ്പറിൽ ഞാൻ ഈ വടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ തന്തവടി എന്നൊക്കെ പറയില്ലേ, അയ്യോ തന്തവടി എന്നാണോ പറയുന്നറിയില്ല, അത് ക്രിസ്മസിൻ്റെ വടിയാണ് ഗൈസ്. അപ്പോൾ വൈറ്റ് റെഡ് കോമ്പോയിൽ നമ്മൾ ജസ്റ്റ് വരച്ചെടുത്തു. അതൊന്നും വരയ്ക്കാൻ പണിയില്ല ഗൈസ്, കുടൻ്റെ വടിയില്ലേ അതുപോലെ വരച്ചാൽ മതി. അപ്പോൾ അത് സെറ്റായി. ഇനിയാണ് നമുക്ക് ഈ ട്രീനെ നിർത്തണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവം നിങ്ങൾ കണ്ടോ, ഇത് ഏതോ ഒരു ജ്യൂസ് ഗ്ലാസിൻ്റെ മൂടിയാണ്. അപ്പോൾ ആ മൂടി ഞാനിതിനെടുത്തു ഇതിനെ നിർത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ വല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് വെച്ചാലും മതി. ഇപ്പോൾ നമ്മുടെ ട്രീ സെറ്റായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ മറക്കരുതേ. എനിക്കെന്തായാലും ട്രീ ഇഷ്ടപ്പെട്ടു ഗൈസ്, ഐ ലൈക്ക്. അപ്പോൾ ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനലിനെ പറ്റി ആരെങ്കിലും അറിയുള്ളൂ. പുറമേ അറിഞ്ഞാലാണല്ലോ നമുക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ് ഷെയർ മറക്കണ്ട, പിന്നെ ലൈക്കൊന്നും മറക്കല്ലേ ഗൈസ്, സബ്സ്ക്രൈബ് തീരെ മറക്കരുത് ഗൈസ്. ഓക്കെ ബൈ.